നമസ്കാരം. നെളിയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. സാധാരണക്കാരെയും ദുരിതം അനുഭവിക്കുന്നവരെയും ചേർത്ത് പിടിക്കാൻ കഴിയുന്നതാകണം രാഷ്ട്രീയ പ്രവർത്തനമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഇതുതന്നെയാകണം കോൺഗ്രസിന്റെ രാഷ്ട്രീയമെന്നും വി ഡി സതീശൻ ഓർമ്മിപ്പിച്ചു. പട്ടാമ്പിയിൽ KSBA തങ്ങൾ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വി ഡി സതീശൻ. 4 പതിറ്റാണ്ട് കാലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമുന്നത നേതാവായ DCC വൈസ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, പട്ടാമ്പി നഗരസഭാ ചെയർമാൻ, പട്ടാമ്പി MES ഇന്റർനാഷണൽ സ്കൂൾ ചെയർമാൻ, MES സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം തുടങ്ങി നിരവധി രംഗങ്ങളിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച KSBA തങ്ങളുടെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് പട്ടാമ്പിയിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത്. കോൺഗ്രസ് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു അനുസ്മരണ സമ്മേളനം. ഇതോടൊപ്പം KSBA തങ്ങളുടെ സ്മരണാർത്ഥം PMAY പദ്ധതി നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കോൽദാനവും നടന്നു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാരുടെയും ദുരിതബാധിതരെയും ചേർത്ത് പിടിക്കലാണ് രാഷ്ട്രീയ പ്രവർത്തനമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ വി ഡി സതീശൻ ഓർമ്മപ്പെടുത്തി. ഈ രാഷ്ട്രീയ പ്രവർത്തനമായിരിക്കണം കോൺഗ്രസിന്റേതെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ജനങ്ങൾക്കൊപ്പം സഞ്ചരിച്ച നേതാവായിരുന്നു KSBA തങ്ങളെന്നും വി ഡി സതീശൻ അനുസ്മരിച്ചു. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അതിന് പൊതുപ്രവർത്തനവും സാമൂഹ്യ സേവനവും ജീവകാരുണ്യ പ്രവർത്തനവും എല്ലാം രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണ്. മറ്റുള്ളവന്റെ കണ്ണീര് തുടയ്ക്കാൻ, അവന്റെ സങ്കടങ്ങൾ മാറ്റാൻ, അവന്റെ ജീവിത നിലവാരം ഉയർത്താൻ നമ്മൾ നടത്തുന്ന തീക്ഷ്ണമായ പ്രയത്നത്തിന്റെ പേരാണ് രാഷ്ട്രീയ പ്രവർത്തനം. പേരാകണം രാഷ്ട്രീയ പ്രവർത്തനം. അല്ലാതെ വേറെ വഴികളിലൂടെയല്ല സഞ്ചരിക്കേണ്ടത്. നമുക്ക് പറയാം, നമ്മുടെ ചുറ്റുപാടുകളിൽ എന്തുമാത്രം സങ്കടങ്ങളുണ്ട്. ഞാനൊരു സങ്കട കടലിൽ നിന്നാണ് വരുന്നത്. നമ്മുടെ ചുറ്റും വലിയ സങ്കടക്കടലുണ്ട്. ഇതൊരു ദുരന്തമുണ്ടായതാണ്. വയനാട്ടിലും തെലങ്കാനയും അല്ല, അല്ലാതെ തന്നെ നമ്മുടെ ചുറ്റിലും ഈ വലിയ ഭൂമിയിൽ, വലിയ ഭൂമിയല്ലേ ഇത് കാണുമ്പോൾ, അതിൽ സ്വന്തമായി ഒരു തുണ്ട് ഭൂമിയില്ലാത്ത ആളുകൾ എത്ര പേരുണ്ട്? കോൺഗ്രസിന്റെ ജനപ്രതിനിധികൾ അങ്ങനെ മാതൃകാ ജനപ്രതിനിധികളാകണം. അവരൊക്കെ ജയിക്കുന്നതാണ് ഓരോ സ്ഥലത്ത് പോയിട്ട്. ചിലപ്പോൾ CPM ജയിക്കുന്ന വാളായിരിക്കും. ഇവരവിടെ പോയി എന്നാൽ നമ്മൾ ഞെട്ടിപ്പോയി. ചിലപ്പോൾ 500 വോട്ടിന് ജയിക്കും, വലിയ ഭൂരിപക്ഷത്തിന്. അവരുടെ മുമ്പിൽ ആളുകൾക്ക് ഇപ്പോൾ അതൊന്നുമില്ല. ആളുകൾക്ക് മുമ്പിൽ ആരാണ് അവരെ സഹായിക്കുന്നത്, ആരാണ് അവരോട് ചേർന്ന് നിൽക്കുന്നത്, അതിന്റെ മുമ്പിൽ രാഷ്ട്രീയമൊക്കെ ഇല്ലാതാവും. ഈ കക്ഷി രാഷ്ട്രീയമൊക്കെ ഇല്ലാതായി പോവും. അപ്പൊ അതായിരിക്കണം ചെയ്യുന്നത്. അതാണ് എനിക്ക് KSBA തങ്ങളുടെ ഓർമ്മകൾ പുതുക്കുന്ന ഈ ദിവസം നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ഉള്ളത്. സാധാരണക്കാരനെ ചേർത്ത് പിടിക്കുമ്പോൾ അവിടെ രാഷ്ട്രീയമില്ലെന്നും തങ്ങളെ ചേർത്ത് പിടിക്കുന്നവരാണ് അവരുടെ ആശ്രയമെന്നും വി ഡി സതീശൻ ഓർമ്മപ്പെടുത്തി. ഓരോ വാർഡുകളിലെയും സ്ഥിതിവിവരങ്ങൾ മനസ്സിലാക്കുവാൻ കോൺഗ്രസ് ജനപ്രതിനിധികൾക്ക് കഴിയണമെന്നും വി ഡി സതീശൻ ഓർമ്മപ്പെടുത്തി. ആരെ സഹായിക്കണമെന്ന് നിങ്ങൾ തീരുമാനിച്ചു. നിങ്ങൾക്കൊരു നിശ്ചയദാർഢ്യം ഉണ്ടെങ്കിൽ ആളെ സഹായിക്കാൻ പറ്റും എന്നാണ് എന്റെ അനുഭവം എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ തീരുമാനിച്ചതാണ്. പണം പുറകെ വരും. ചിലപ്പോൾ ചില സ്ഥലത്ത് 1 കോടി രൂപ വേണം, അല്ലെങ്കിൽ 50 ലക്ഷം രൂപ വേണം എന്ന് പറയുന്ന നാട്ടുപുറങ്ങളിൽ, ഗ്രാമങ്ങളിൽ മനുഷ്യരൊന്നിച്ച് ഒരുമിച്ച് കൂടി ഈ 50 ലക്ഷവും 1 കോടിയൊക്കെ 3 ദിവസം കൊണ്ട് ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ല. എത്രയോ ആളുകൾ സഹായങ്ങളുമായി നിൽക്കുന്നവരുണ്ട്. ചെയ്യുമ്പോൾ അതിനകത്തൊരു സുതാര്യത വേണം, അതിനകത്തൊരു സത്യസന്ധത വേണം. നമ്മൾ നൽകുന്നത് അർഹരായ ആളുകൾക്കാകണം എന്ന് ഈ പണം തരുന്നവർക്ക് ഉറപ്പുണ്ടാകും. അത് ചെയ്യേണ്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിലൂടെ സന്തോഷം കണ്ടെത്താൻ കഴിയണം. അപ്പോൾ പണം കൊണ്ട് മാത്രമല്ല, വാക്കുകൊണ്ട്, നോക്കുകൊണ്ട്, തലോടൽ കൊണ്ട്, സാന്ത്വനം കൊണ്ട് ഒരുപാട് പേരെ ജീവിതത്തിലേക്ക് പല രീതിയിൽ മടക്കിക്കൊണ്ടുവരാൻ, പല രീതിയിൽ ആശ്വസിപ്പിക്കാൻ നമുക്ക് കഴിയും. വി കെ ശ്രീകണ്ഠൻ MP അനുസ്മരണ പ്രഭാഷണം നടത്തി. വീടിന്റെ താക്കോൽദാനവും വി കെ ശ്രീകണ്ഠൻ നിർവഹിച്ചു. പക്ഷെ ഒരു ഘട്ടത്തിൽ പോലും ചികിത്സയുടെ ആദ്യഘട്ടം, 2ാം ഘട്ടം, പിന്നീട് വല്ലാത്തൊരവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിച്ചപ്പോൾ പോലും നേരിട്ടും ഫോണിലും സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ആത്മധൈര്യം, മറ്റ് ആരിലും കാണാത്ത ആ ഇച്ഛാശക്തി, ഒരിക്കലും മരണത്തിന് കീഴ്പ്പെടുമെന്ന് കരുതില്ലായിരുന്നു. അത്രയേറെ ആത്മവിശ്വാസമാണ്, അത്രയേറെ ധൈര്യമാണ്. വല്ലാത്തൊരവസ്ഥ എത്തിയിട്ടും എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ശക്തമായി തന്നെ തിരിച്ചു വരും
ഒരു കുഴപ്പമില്ലെന്ന് നമ്മൾ അങ്ങോട്ട് ആശ്വസിപ്പിക്കുന്നതിന് മുമ്പ് നമ്മളെ ഇങ്ങോട്ട് ആശ്വസിപ്പിക്കുന്ന തങ്ങളെ ഏറ്റവും അവസാന സമയത്ത് പോലും തങ്ങൾക്ക് ആത്മധൈര്യം കൈവിട്ടിട്ടുണ്ട്. തങ്ങളെ കാണുമ്പോൾ ഒക്കെ നല്ല പവറും പത്രാസും ഒക്കെ യഥാർത്ഥത്തിൽ ഉള്ളിൽ തുറന്നു നോക്കുന്നത് പോലെയാണ്, ഉള്ളിലൊന്നുമില്ല. ഒരുപാട് സാമ്പത്തിക ബാധ്യതകൾ വലിച്ചു വരുത്തിയ ഒരാളാണ് തങ്ങൾ. എല്ലാം ഏറ്റെടുക്കാൻ ഒരു മടിയില്ലാത്ത ആളാണ് തങ്ങൾ. ഏറ്റവും അവസാനം ഞാൻ ഒരുപാട് വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്കൊക്കെ അറിയുന്നത്ര തങ്ങളെ ഞങ്ങൾക്ക് വേദിയിലുള്ളവർക്ക് ചിലപ്പോൾ അറിഞ്ഞോളുന്നില്ല. സംഘാടക സമിതി ചെയർമാൻ കെ.ആർ. നാരായണസ്വാമി അധ്യക്ഷനായിരുന്നു. DCC പ്രസിഡന്റ് എ. തങ്കപ്പൻ, മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CMA കരീം, കൊപ്പം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് M. രാധാകൃഷ്ണൻ, പട്ടാമ്പി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് M. രാമദാസ്, മറ്റു നേതാക്കളായ P. K. ഉണ്ണികൃഷ്ണൻ, കമ്മുക്കുട്ടി എടത്തോൾ, E. T. ഉമ്മർ, റിയാസ് മുക്കോളി, A. P. രാമദാസ്, C. സംഗീത, ഗീതാ മണികണ്ഠൻ, അഡ്വക്കേറ്റ് രാമനുണ്ണി തുടങ്ങിയ നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. വല്ലപ്പുഴ പൊന്മുഖം മലയിൽ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട് അതീവ ജാഗ്രത പുലർത്തണമെന്ന് നിർദ്ദേശം. നിലവിൽ ആശങ്കയ്ക്ക് ഇടയില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. മുഹമ്മദ് മൂസിൻ MLA നേതൃത്വത്തിൽ മലയുടെ അടിവാരത്ത് സന്ദർശനം നടത്തി. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ 12ാം വാർഡ് ഉൾപ്പെടുന്ന വാണാനംകുറിശി മേച്ചിത്തറ പ്രദേശത്ത് നിരവധി കോറികളാണ് പ്രവർത്തിക്കുന്നത്. ഇവിടത്തെ കോറികളുടെ പ്രവർത്തനത്തിനെതിരെ നാട്ടുകാർ നേരത്തെ തന്നെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. കോറികളുടെ അനിയന്ത്രിതമായ പ്രവർത്തനം ഇവിടുത്തെ സാധാരണക്കാരുടെ സ്വൈരജീവിതത്തെയും ബാധിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം രാത്രി ഈ പ്രദേശത്തു നിന്നും വലിയ ശബ്ദം കേട്ടതായി പ്രദേശവാസികൾ പറയുന്നത്. കുന്നിൽ പ്രവർത്തിക്കുന്ന കോറിക്കരികിൽ നിന്നുമാണ് ഉഗ്രശബ്ദം കേട്ടതെന്നാണ് നാട്ടുകാർ വ്യക്തമാക്കിയത്. ഇതോടെ പ്രദേശവാസികൾ പരിഭ്രാന്തരാവുകയും ചെയ്തു. പലരും വീടുകളിൽ നിന്നും പുറത്തിറങ്ങി. ഇന്നലെ രാത്രി ഒരു 9:10 ആയിക്കാണ്. അപ്പോൾ എന്തൊക്കെ ഒരു സൗണ്ട് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു, ഒരു മൂളിച്ച പോലെയൊക്കെ. അപ്പോൾ പല ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ട്, പക്ഷെ ഇന്നലെ കുറച്ചധികമായിരുന്നു. കഴിഞ്ഞ വർഷം ഇതുണ്ടായിരുന്നു, അതൊരു സൗണ്ട് വന്നിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ അധികാരികളൊക്കെ ഒരുപാട് വന്നിരുന്നു. തഹസിൽദാർ, അത് പോലീസുകാർ എല്ലാവരും വന്നിട്ട് നോക്കിപ്പോയിരുന്നു. പക്ഷെ ഒരു നടപടി ഉണ്ടായില്ല. കുറച്ച് ദിവസം കോറി അടച്ചിടും, പിന്നെ വേറെ നടപടികളൊന്നും അതിനകത്ത് ശേഷം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇന്നലെ ഇതുപോലെ സൗണ്ട് കേട്ടിട്ടുണ്ട്, എല്ലാവരും ഞങ്ങളും കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് എന്തെങ്കിലും ഇനിയെങ്കിലും ഇതിനെക്കുറിച്ച് ഒരു നടപടി എടുക്കണം. കാരണം കഴിഞ്ഞ വർഷത്തെ പോലെ ഇതേ സംഭവം കഴിഞ്ഞ വർഷം ഉണ്ടായതാണ്. അപ്പോൾ ഇതുപോലെ കഴിഞ്ഞ വർഷത്തെ പോലെ ആവാതെ ഇനിയും എന്തെങ്കിലുമൊക്കെ ഒരു നടപടി എടുത്തിട്ട് ഈ കോറിയും ഈ ക്രഷറും ഇതെല്ലാം ഇവിടെ നിർത്തിച്ചിട്ട് ഈ നാടിനെ ഈ വലിയൊരു വിപത്തിൽ നിന്ന് രക്ഷിക്കണം എന്നാണ് ഈ നാട്ടുകാരെല്ലാവരും ആവശ്യം. ആ ഒരു ആവശ്യം പ്രമാണിച്ചിട്ടാണ് ഒരുപാട് നാട്ടുകാർ ഇവിടെ ഒന്ന് ഒത്തുകൂടിയിട്ടുണ്ട്. വാടനാവശ്യത്തെ മാത്രമല്ല, ഇവിടെ അപ്പുറത്തുള്ള കാരക്കാട്ടത്തെ ആൾക്കാർ, അല്ലെങ്കിൽ പോക്കുപടികളത്തെ, ഓങ്ങലൂരത്തെ ഒരുപാട് ആൾക്കാർ എല്ലാവരും ഭീതിയിലാണ്. ഇവിടുത്തെ മെയിൻ പ്രശ്നം ഇവിടെ അടുത്ത് തന്നെ ഈ കോറിയുടെ അടുത്ത് 5, 6, 7, 8 കോറികൾ നിലനിൽക്കുന്ന സ്ഥലത്തിൻ്റെ 50 മീറ്റർ 100 മീറ്റർ ചുറ്റളവിൽ ഒരുപാട് വീടുകൾ, 100-ൽ പരം കുടുംബാംഗങ്ങൾ ഇവിടെ എന്തിനാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടാതെ മദ്രസകൾ, സ്കൂളുകൾ എല്ലാം ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. തുടർന്ന് വിവരമറിഞ്ഞ് ജനപ്രതിനിധികൾ, ഷൊർണൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം, പട്ടാമ്പി തഹസിൽദാരുടെ നേതൃത്വത്തിലുള്ള റവന്യൂ സംഘം എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. ശനിയാഴ്ച രാവിലെ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് അധികൃതരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ജില്ലാ ഓഫീസർ വിനോദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കുന്നിലും കോറികളിലും പരിശോധന നടത്തിയത്. നാട്ടുകാർ ഇവിടുത്തെ വിഷയങ്ങളെക്കുറിച്ച് ഉദ്യോഗസ്ഥരുമായി ആശങ്കകൾ പങ്കുവച്ചു. ഇതുമായി ബന്ധപ്പെട്ട് ജിയോളജി വകുപ്പിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രജീഷ് വ്യക്തമാക്കി. വാടനാംകുറിശി മേഞ്ചിത്തറ പ്രദേശത്ത് ഇന്നലെ രാത്രിയോടുകൂടി വലിയ രൂപത്തിലുള്ള 2-3 ശബ്ദങ്ങൾ ഉണ്ടാവുകയും പ്രദേശവാസികളെ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിൽ നിന്ന് മെമ്പറും ജനപ്രതിനിധികളും അതോടൊപ്പം വില്ലേജ് ഓഫീസർ, ഡെപ്യൂട്ടി തഹസിൽദാർ, പോലീസ് ഉദ്യോഗസ്ഥർ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, DSP അടക്കം ഇവിടെ മേഞ്ചിത്തറ പ്രദേശത്ത് സന്ദർശിച്ചു. ഇവിടെ 2-3 കോറികൾ പ്രവർത്തിക്കുന്ന ഒരു പ്രദേശമാണ്. ഈ കോറികൾ പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടുണ്ടായ ശബ്ദമാണോ എന്നുള്ളതിന്റെ ഒരു സംശയം ബലപ്പെട്ട സാഹചര്യത്തിൽ ജിയോളജിസ്റ്റിനെയും അതോടൊപ്പം തഹസിൽദാരെയും എല്ലാം വിവരം അറിയിച്ചു. അവർ ഇന്ന് രാവിലെ കാലത്ത് തന്നെ ഇവിടെ എത്തുകയും ജിയോളജിസ്റ്റും തഹസിൽദാരും മറ്റു പോലീസിന്റെ ഒക്കെ സഹായത്തോടു കൂടി ഇവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പഞ്ചായത്തിൽ നിന്നും ഇവിടെ പ്രസിഡന്റ് അടക്കം ഞങ്ങളെല്ലാവരും ഇവിടെ എത്തി ഇവിടെ പരിശോധന നടത്തുകയും ഈ കോറി പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള വല്ല ഭൂചലനോ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള വിഷയങ്ങളാണോ എന്ന് പരിശോധിച്ച് ജിയോളജിസ്റ്റും മറ്റും തരുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ എടുക്കാനാണ് ആലോചിച്ചിരിക്കുന്നത്.
കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന വിധമുള്ള സംഘടനയായി കർഷക സംഘം മാറണമെന്ന് കേരള കർഷക സംഘം ജില്ലാ സെക്രട്ടറി എം.ആർ. മുരളി. പട്ടാമ്പിയിൽ കർഷക സംഘം ഏരിയ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം.ആർ. മുരളി. കർഷക സംഘം പട്ടാമ്പി ഏരിയ കൺവെൻഷൻ രാജൻ സ്മാരകത്തിൽ വെച്ചാണ് സംഘടിപ്പിച്ചത്. ജില്ലാ സെക്രട്ടറി എം.ആർ. മുരളി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് സമരങ്ങൾ നടന്നതോടൊപ്പം ഈ മേഖലയിലെ മാറ്റങ്ങൾ മനസ്സിലാക്കി അത് യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്ന സന്നദ്ധ സംഘമായി കർഷക സംഘം മാറണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ എം.ആർ. മുരളി സൂചിപ്പിച്ചു. കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ ഉയർത്തി അതിശക്തമായിട്ടുള്ള പോരാട്ടങ്ങൾ, സമരങ്ങൾ സംഘടിപ്പിച്ചു പോകുന്നതോടൊപ്പം തന്നെ കാർഷിക മേഖലയിൽ ഉണ്ടാക്കാൻ സാധിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെ എന്ന് കണ്ടറിഞ്ഞ് ആ മാറ്റങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്ന ഒരു സന്നദ്ധ സംഘമായി കർഷക സംഘം മാറിയിട്ടുണ്ട്. ഒരു സന്നദ്ധ സംഘമായിട്ട് മാറണം. കർഷകന്റെ ഉത്തമ മിത്രമായി, കർഷകന്റെ യഥാർത്ഥ നേതൃത്വമായി, കർഷകന്റെ ഏറ്റവും അടുത്ത സഹായിയായി, കർഷകന്റെ സംരക്ഷകനായി കർഷക സംഘം മാറണം. അങ്ങനെ യഥാർത്ഥ നായകനായി സമരം വേണമെങ്കിൽ സമരം, മറ്റു രീതിയിൽ ഇടപെടലുകൾ വേണ്ടിടത്ത ഇടപെടലുകൾ, ഇതെല്ലാം നടത്താൻ കഴിയുന്ന ഒരു സന്നദ്ധ സംഘമായി കർഷക സംഘത്തെ മാറ്റിയെടുക്കാൻ കഴിയും. CM നീലകണ്ഠൻ അധ്യക്ഷനായിരുന്നു. യു അജയകുമാർ, പി വിജയകുമാർ, കെ മുരളി, ടി ഗോപാലകൃഷ്ണൻ, കെ വി ഗംഗാധരൻ തുടങ്ങിയ നേതാക്കളും പങ്കെടുത്ത് സംസാരിച്ചു. ഉരുൾപൊട്ടൽ മൂലം ദുരിതമനുഭവിക്കുന്ന വയനാട്ടിലെ സഹോദരങ്ങൾക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് 5 ലക്ഷം നൽകി. 5 ലക്ഷം രൂപയുടെ ചെക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി M.B. രാജേഷ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP റെജീനയിൽ നിന്നും ഏറ്റുവാങ്ങി. തുക നൽകിയതിൽ ബ്ലോക്ക് പഞ്ചായത്തിനെ മന്ത്രി പ്രത്യേകം അഭിനന്ദിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, ബ്ലോക്ക് അംഗങ്ങളായ PV പ്രിയ, ഷെറീന ടീച്ചർ, കെ ബാലകൃഷ്ണൻ, ശ്രീലത, EO പ്രസാദ് എന്നിവർ സംബന്ധിച്ചു. കുളത്തിൽ മുങ്ങിത്താഴ്ന്ന അമ്മയെയും അമ്മാവന്റെ മകളെയും രക്ഷപ്പെടുത്തി 10ാം ക്ലാസ്സുകാരൻ. തിരുമിറ്റക്കോട് പഞ്ചായത്തിൽ വടക്കത്ത് വീട്ടിൽ കൃഷ്ണകുമാറിന്റെ മകൻ ശ്രീകാന്താണ് അമ്മ രമ്യ, അമ്മാവന്റെ മകൾ സന്ധ്യ എന്നിവരെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കയറ്റിയത്. ജൂലൈ 30 വൈകിട്ട് 4ഓടെയാണ് സംഭവം. വീടിനടുത്തുള്ള നെൽപ്പാടത്ത് 300 മീറ്റർ അകലെയുള്ള നിറഞ്ഞു കവിഞ്ഞു കിടക്കുന്ന കുളം കാണാൻ രമ്യയും സന്ധ്യയുമടക്കം കുടുംബത്തിലെ 3 സ്ത്രീകളും 2 കുട്ടികളും പോകുകയായിരുന്നു. ആദ്യം കുളത്തിലിറങ്ങിയ സന്ധ്യ കുറച്ചു ദൂരം നീന്തിയതോടെ കൈകാലുകൾ കുഴഞ്ഞ് മുങ്ങാൻ തുടങ്ങി. ഇതുകണ്ട് രമ്യയും കുളത്തിലിറങ്ങുകയായിരുന്നു. രക്ഷിക്കാനായി നീന്തി അടുത്തെത്തിയെങ്കിലും രമ്യയും മുങ്ങിത്താഴുകയായിരുന്നു. ഇതോടെ കരയിലുണ്ടായിരുന്നവർ വീട്ടിലായിരുന്ന ശ്രീകാന്തിനെ വിളിച്ചു വരുത്തി. ഓടിയെത്തിയ ശ്രീകാന്ത് കുളത്തിലേക്ക് എടുത്തുചാടി ഇരുവരെയും രക്ഷിക്കുകയായിരുന്നു. ചാത്തന്നൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ശ്രീകാന്ത്. തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സുഹറ, വൈസ് പ്രസിഡന്റ് CM മനോമോഹനൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS സുരേഷ് ബാബു തുടങ്ങിയവർ വീട്ടിലെത്തി ശ്രീകാന്തിനെ ആദരിച്ചു. കുരുക്ഷേത്ര കറുകപുത്തൂർ യൂണിറ്റിലെ പ്രവർത്തകരും ശ്രീകാന്തിനെ വീട്ടിലെത്തി അഭിനന്ദിച്ചു. ഷൊർണൂർ രവി, കരുണാകരനുണ്ണി, രാജേഷ്, വീരമണി, സനൽ എന്നിവർ സംസാരിച്ചു. ചെറുതുരുത്തി പാങ്ങാവ് ശിവക്ഷേത്രത്തിൽ കർക്കിടക വാവുബലി തർപ്പണത്തിനായി ആയിരക്കണക്കിന് ആളുകളെത്തി. പുലർച്ചെ ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകൾക്ക് ക്ഷേത്ര മേൽശാന്തി ഗോതശർമ്മൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തിലഹോമം, മഹാസായുജ്യ പൂജ എന്നിവയും നടന്നു. ആചാര്യന്മാരായ മണികണ്ഠൻ, രാജേഷ് എന്നിവർ നേതൃത്വം നൽകി. കനത്ത ഒഴുക്കിനെ തുടർന്ന് ഭാരതപ്പുഴയിൽ ഇറങ്ങിക്കുളിക്കാൻ ഭക്തരെ പോലീസ് അനുവദിച്ചിരുന്നില്ല. വാഹന പാർക്കിംഗ് സൗകര്യവും കുളിക്കുന്നതിന് ഷവർ ബാത്ത്, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വസ്ത്രം മാറാൻ പ്രത്യേക സൗകര്യവും ഒരുക്കിയിരുന്നു. ലഘുഭക്ഷണവും തയ്യാറാക്കിയിരുന്നു. ഡോക്ടറുടെ സേവനം, ആംബുലൻസ് എന്നിവയും ഉൾപ്പെടുത്തിയിരുന്നു. 5000 പേർക്കുള്ള സൗകര്യങ്ങളാണ് ക്ഷേത്രത്തിൽ ഒരുക്കിയത്. ഇവിടെ ആചാരമുഖേന കൊല്ലങ്ങളായിട്ട് 2000 തുടങ്ങിയതാണ് ഈ ചടങ്ങ്. ഇന്നും ഭക്തരുടെ നിറലോകമായ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. എത്രയോ ദൂര സ്ഥലത്ത് നിന്ന് വരെ വടക്കാഞ്ചേരി, മുണ്ടത്തിക്കോട് അങ്ങനെ ദൂര സ്ഥലത്ത് നിന്ന് ആളുകൾ വന്ന് ബലിതർപ്പണം നടത്തി പോയിട്ടുണ്ട്. ഇവിടെ മഹാവിഷ്ണുവിൻ്റെ സാന്നിധ്യം വളരെയധികം ഉള്ളതുകൊണ്ട് ഇവിടെ തിലോമത്തിന് വളരെ വിശേഷപ്പെട്ടതാണ്. ഈ മറ്റുള്ള ക്ഷേത്രങ്ങൾ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഈ നേരത്തെ പറഞ്ഞ മാതിരി 2000 തുടങ്ങിയതാണ് ഈ ബലിതർപ്പണവും ഈ തിലോമം ചടങ്ങ്. അത് ഇന്നും ധാരാളം സാന്നിധ്യം കൊണ്ട് നടന്നു വരുന്നു. തിരുമിറ്റക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൽ നിരവധി വിശ്വാസികൾ ബലിതർപ്പണം നടത്തി. പുലർച്ചെ 4ഓടെ തുടങ്ങിയ ബലിതർപ്പണ ചടങ്ങുകളുടെ ഭാഗമായി 100 കണക്കിന് വിശ്വാസികൾ പിതൃപുണ്യം തേടി നിളയുടെ തീരത്ത് എത്തി. ബലിയിട്ട് മടങ്ങുന്നവർക്ക് പ്രഭാത ഭക്ഷണവും ഒരുക്കിയിരുന്നു. സുരക്ഷയ്ക്കായി പോലീസ് സേവനവും ഏർപ്പെടുത്തിയിരുന്നു.
പിതൃമോക്ഷ പുണ്യം തേടി നൂറുകണക്കിന് വിശ്വാസികൾ തൃത്താല വെള്ളിയാങ്കല്ലിൽ ബലിതർപ്പണം നടത്തി. വെള്ളിയാങ്കല്ല് യജ്ഞേശ്വരം ക്ഷേത്ര പരിസരത്ത് പ്രത്യേകം സജ്ജമാക്കിയ വേദിയിലാണ് ബലിതർപ്പണ ചടങ്ങുകൾ നടന്നത്. 4 മുതൽ ചടങ്ങുകൾക്ക് തുടക്കമായി. ഭാരതപ്പുഴയിലെ കുത്തൊഴുക്കും വെള്ളിയാങ്കല്ല് തടയണയുടെ സംരക്ഷണ ഭിത്തി തകർച്ചയും കണക്കിലെടുത്ത് പുഴയിലിറങ്ങിയുള്ള ബലിതർപ്പണത്തിന് പോലീസ് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. തുടർന്ന് പ്രത്യേകം ഷവർ സംവിധാനം ഒരുക്കിയാണ് ബലിതർപ്പണ ചടങ്ങുകൾ നടന്നത്. യജ്ഞേശ്വരം ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും ഉണ്ടായിരുന്നു. പ്രഭാത ഭക്ഷണവും ക്ഷേത്രത്തിൽ ഒരുക്കിയിരുന്നു. കട്ടിൽമാടം ഗംഗോത്രി ഗ്രാമസേവാ സമിതി സംഘടിപ്പിച്ച കർക്കിടക വാവുബലി തർപ്പണം കട്ടിൽമാടം ചാത്തംകുളം പരിസരത്ത് നടന്നു. ഉണ്ണിശാന്തി മുഖ്യ കാർമ്മികനായി. നാരായണൻ ഉണ്ണി, വി അരവിന്ദൻ, പി മണികണ്ഠൻ, CM ബിജേഷ്, രാജേഷ്, AP രവി തുടങ്ങിയവർ നേതൃത്വം നൽകി. വയനാട് ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച ശേഷമാണ് ബലിതർപ്പണം ആരംഭിച്ചത്. എല്ലാ ഭക്തർക്കും ലഘുഭക്ഷണവും ഒരുക്കിയിരുന്നു. ചരമം. തളിയിൽ കോവിലകത്ത് ദാക്ഷാണിയ പുള്ളിയാതിരി അമ്മ നിര്യാതയായി. സംസ്കാരം ഞായറാഴ്ച രാവിലെ 8-ന് വീട്ടുവളപ്പിൽ നടക്കും. ഇന്ദിരാദേവി, അമ്മു, വസന്ത, ശങ്കരൻ, സുധ എന്നിവർ മക്കളാണ്. തളി ANMM UP സ്കൂൾ മുൻ മാനേജരും പ്രധാന അധ്യാപകനുമായിരുന്ന ഏഴിക്കരയില്ലത്ത് പരേതനായ നീലകണ്ഠൻ മൂസദിന്റെ ഭാര്യയാണ് പരേത. ഇതോടെ നെളിയോറ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.